പ്രിയമുള്ള നാട്ടുകാരെ, മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാനരസ ഗുളികൾ വാങ്ങിച്ചു കഴിക്കൂ. 9,999 രൂപ മാത്രം. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരാകണമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ മാത്രമായിരിക്കും ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിരാശയെല്ലാം മാറി നിങ്ങൾ ആരാകാനാണോ ആഗ്രഹിച്ചത് ആ വ്യക്തിയായി തീരും. മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ. സാമ്പിൾ വെറും സൗജന്യമായിട്ട് ഇവിടെ കൊടുക്കുന്നതാണ്. ഹലോ, നമസ്കാരം. എന്ത് ഗുളികയാണ് ചേട്ടന്റെ കയ്യിലുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആരാകാനെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നടക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ എന്റെ ഈ മാനരസ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളായി തീരുന്നതാണ്. പൊന്നു ചേട്ടാ, എനിക്ക് ആഗ്രഹം നടക്കാതെ പോയ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു സിനിമാ നടനായി മാറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്നിട്ട് നടന്നോ? എന്നിട്ട് നടന്നില്ല. ഞാൻ പല ഡയറക്ടർമാരുടെ വീടുകളിൽ പോയി കൈയും കാലും പിടിച്ചിട്ട് പോലും ഒന്നും നടന്നിട്ടില്ല. പക്ഷേ സുഹൃത്തെ, എന്റെ ഈ മാനരസ ഗുളിക വാങ്ങിച്ച് നിങ്ങൾ കഴിച്ചു നോക്ക്. നിങ്ങൾക്കാകാം ഏത് സിനിമ നടനാണോ ആഗ്രഹിച്ചത് അതങ്ങനെ ആയിത്തീരും. അത് കൊള്ളാല്ലേ. പക്ഷേ ഇതിന്റെ ഒറിജിനൽ വില 9,999 രൂപ. പക്ഷേ ഈ സാമ്പിൾ സൗജന്യം. സൗജന്യമല്ലേ? സൗജന്യമാണ്. സാമ്പിൾ താട്ടെ, ആദ്യം സാമ്പിൾ നോക്കട്ടെ. കണ്ട, ഇത് മൊത്തം സിനിമാടന്മാരുടെ സംഭവമാണ്. നിർത്തി വെച്ചിരിക്കുകയാണ്. മോഹൻലാൽ, ഇത് മോഹൻലാൽ ആവാനുള്ളത്, ഇത് ജയറാം ആകാനുള്ളത്, ഇത് മമ്മൂട്ടി ആവാനുള്ളത്. അതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഗുളിക ഏതാണ്? അത് തരില്ല. അത് സുരാജ് വെഞ്ഞാറമൂടിന്റെ സംഭവമാണ്. എല്ലാ സംഭവമുണ്ട്. ഈ ഗുളികയ്ക്ക് വല്ല സൈഡ് എഫക്റ്റും ഉണ്ടോ? ഒരിക്കലുമില്ല സുഹൃത്തെ. സൗണ്ട് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ ഏത് സിനിമാ നടനാണോ ആഗ്രഹിച്ചത് അതുപോലെ നടക്കും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു സാമ്പിൾ ചേട്ടൻ കഴിച്ച് കാണിച്ചാ തട്ടിപ്പാണോ നോക്കണമല്ലോ. എന്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പലരും കാണും. പക്ഷെ ഞാൻ ആ വ്യക്തിയല്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്ത് ഒരു സാമ്പിൾ ഒന്ന് കഴിച്ച് കാണിച്ചാൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ. എന്താ സുഹൃത്തിന്റെ പേരെന്താണ്? എന്റെ പേര് ശശി. ശശിക്ക് എന്തായാലും എന്നെ വിശ്വാസമല്ല. എന്തായാലും ഞാൻ ഒരു ഗുളിക കഴിച്ച് കാണിച്ചു. ഈ ഗുളിക എടാ സുരേഷ്, നിനക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് മതിയടാ, ഞാനായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിങ്ങനെയാ, അവറ്റൊക്കെ നിന്നോട് സ്നേഹമില്ലല്ലോ. അയ്യോ, ബിന്ദു പണിക്കരുടെ അതേ ശബ്ദം ഈ ഗുളിക കഴിച്ചപ്പോ കൊള്ളാം. എന്റെ ചേച്ചിക്ക് ഒരെണ്ണം മേടിച്ചു കൊടുക്കണം. എനിക്ക് ബിന്ദു പണിക്കർ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പിൾ ആവുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി പോയത്. അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ മുഴുവൻ കിടക്കും. അപ്പൊ ചേട്ടൻ എനിക്ക് ആദ്യം ഏത് ഗുളികയാണ് തരാൻ പോകുന്നത്? ആദ്യം ഞാൻ ഒടുവിൽ തരാം. ആദ്യം ഒടുവിൽ തരാന്നോ? ചേട്ടൻ എന്ത് പറഞ്ഞ? ആദ്യം എന്താ, അല്ലെങ്കിൽ ഒടുവിൽ ഇതാ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക തരാമെന്ന്. അയ്യോ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആകാനുള്ള ഗുളിക ഉണ്ടോ? തിന്ന്. ഞാൻ ബാബാ ബ്രദേഴ്സിൻ്റെ മാനേജരാണെന്ന് വേണമെങ്കിൽ പറയാം, കാര്യസ്ഥനാണെന്ന് പറയാം, ഇനി അടിയാളാണെന്ന് പറഞ്ഞാലും യാതൊരു വിരോധവും ഇല്ല. കാഴ്ചയ്ക്ക് ഞാൻ പ്രേമനസീറാണെങ്കിലും ഉള്ളിൽ ഭരതഗോപിയ, പ്രണയരോഗം ലെവലേശയില്ല. പത്മിനി അല്ലേ? ഈ വടിവത്തുള്ള ശരീരം ഉണ്ടല്ലോ, ഡാൻസ് ചെയ്യാൻ പറ്റിയതാ. എന്നാ പിന്നെ എന്താ പറ്റിയ? ആ സാമ്പിള് ഇതിന്റെ ഒറിജിനൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നീളത്തിൽ കിടക്കും. ശരി, സാമ്പിൾ കഴിച്ച് ഇത്തിരി നിൽക്കുള്ളൂ. അപ്പൊ അടുത്ത ഇനി പ്രിയ സുഹൃത്തിന് എന്താണ് വേണ്ടതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ ഗുളിക അങ്ങ് തരാം. എനിക്ക് ഇതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു നടനാണ് KTS പടല. KTS പടം നീ തരടേ, ഇവിടെ കിടക്കാൻ എടുത്തോ. KTS പടം എന്തിനാടാ കണ്ണീര് കുടിക്കുന്നേ? കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, കോരി കുടിച്ചോ. അവർ താലം കൈമാറുന്ന സമയത്ത് നിന്നെ വെള്ളം കണ്ടായിരുന്നെങ്കിൽ നീ ചോര ശബ്ദിച്ച് ചത്തേടെ. അത് ശരി, അങ്ങനെയാണല്ലേ? ഒറിജിനൽ മേടിക്കാം. അതിന് മുമ്പ് കുറച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സാമ്പിൾ സൗജന്യമല്ലേ? അങ്ങനെയാണ്. എനിക്ക് ജയറാമിന്റെ ഗുളിക തരാമോ? ജയറാത്തിന്റെ എവിടെ കിടക്കണ്ടേ? ആഹാ, കിട്ടി. ജയറാം. അയ്യോ, ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ എങ്ങടാ കോളേജിലേക്കാ? എന്നും കോളേജിലേക്കല്ലേ പോണത്? ഇന്നൊരു ചേഞ്ചൊക്കെ ആയിക്കോട്ടെ. ഐസ്ക്രീം പാർലറിൽ പോകാം, സിനിമയ്ക്ക് പോകാം. ബാലഷ, നമുക്ക് ആ പപ്പേട്ടൻ്റെ കടയിൽ പോയിട്ട് പുട്ടും പപ്പട്ടും കിട്ടും പിടുത്തം കിട്ട് പിടിച്ചാലോ? ശേഖര, വണ്ടി വിട്. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ഗുളികളൊക്കെ. ഒറിജിനൽ വാങ്ങിക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിളുകൾ തരും. എനിക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന മുതല കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഗുളികൾ വല്ലതും ഉണ്ടോ? ഇല്ല, അത് പഴയതല്ല, അകത്താണ്. ജോസ് പ്രകാശ് നേരത്തെ ചോദിക്കുന്നത് എല്ലാം എടുത്ത് വെളി വെച്ചേ. ജോസ് പ്രകാശത്തിന്റെ ഹലോ മിസ്റ്റർ പെരേര, ഞാൻ താങ്കളെ പ്രതീക്ഷിക്കുകയായിരുന്നു. ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ
മിസ്റ്റർ രാജൻ മോഹാത്സ്യപ്പെടും. അപ്പോൾ രാജനെ എൻ്റെ രഹസ്യ സംഗീതത്തിലേക്കും കൂടെയുള്ള മാലതിയെ എൻ്റെ രഹസ്യ ബംഗ്ലാവിലേക്കും കൊണ്ടുപോകണം മിസ്റ്റർ പെരേര. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും നിൻ്റെയും അവസ്ഥ. ബൈ കാണാം. എങ്ങനെയുണ്ട്? കറക്റ്റ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നീ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സംഭവമാണ് ഞാൻ ഇവിടെ തരുന്നത്. ഇനി അടുത്ത് ആര് വേണം? എനിക്ക് നമ്മുടെ പ്രേംനസീറിന്റെ പ്രേംനസീറിന്റെ സംഭവം വില കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, എന്നാലും ഞാൻ തരാം കേട്ടോ. എനിക്കാണെങ്കിൽ പ്രേമിച്ച് നടക്കാല്ല. എന്തായാലും തരാം. പക്ഷെ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ സാമ്പിൾ തീർന്നതിന് മുമ്പ് വരണം, കാരണം ഇത് മരത്തിന്റെ മൂട്ടിലൊക്കെ ചെന്നിട്ട് കറങ്ങും. അമ്മാവൻ അങ്ങനെ ഒരിക്കലും പറയരുത് അമ്മാവ. അമ്മണിക്കുട്ടിയും ഞാനും തമ്മിൽ 10 വർഷമായിട്ട് മറിഞ്ഞുറ്റി പ്രേമത്തിലാണ്. അമ്മണിക്കുട്ടിയെ മറക്കാൻ എനിക്ക് കഴിയില്ല അമ്മാവ. അമ്മണിക്കുട്ടി പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്. ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ? കമോൺ ബേബി, കം ടു മീ. വരില്ല നീ. എന്നാ പൊയ്ക്കോ മണ്ടിപ്പെണ്ണ്. ഒറിജിനൽ പോലും മധുസാറിന്റെ ഗുളിയുണ്ടോ? മധുസാറിന്റെ നീ എല്ലാം പഴയതിലാണല്ലോ പിടിക്കുന്നത്. സംഭവം ഇത് ചെമ്മീൻ്റെ സംഭവമാണ്. ഇത് എടുത്തുതരാം. മധു എടുത്തോണ്ട് വാ. രാഘവ, കല്യാണിക്കുട്ടിയുടെ മകൾ ലക്ഷ്മിക്കുട്ടിയുമായി നിനക്ക് എന്താണ് ബന്ധം? ചോദിച്ച കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞവിടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവളെ വേണ്ടാതായി. അല്ലേടാ പട്ടി, പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് പോകാൻ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മധുവല്ലേ? ഇതെങ്ങനെ കണ്ടുപിടിച്ചെണ്ണ ഈ ഗുളികള്? എന്റെ പൊന്ന സുഹൃത്തെ, ഇത് ഭയങ്കര സംഭവമാണ്. സംഭവങ്ങളൊക്കെ കൊള്ളാൻ കേട്ടാ. സുരേഷ് ഗോപിയുടെ ഗുളിയുണ്ടോ? സുരേഷ് ഗോപി ഉണ്ടല്ലോ. ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് അത് പോകുന്നില്ല, കച്ചവടം ഇല്ലാത്തതാണ്, എന്നാലും ഉണ്ട്. എന്റെ അപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചതാ. ഈ കൂട്ടത്തിലേത് മോനാണെങ്കിലും അവന്റെയൊക്കെ വിധി എഴുതുന്നത് ചാക്കൊച്ചി നേരിട്ടായിരിക്കും. കിട്ടോളാം പന്ന കടയാടി മോനെ. കറക്റ്റായില്ലേ? സൂപ്പർ അല്ലേ? ഈ ഗുളികകളെ കഴിച്ചു ശ്വാസം മുട്ടി ചത്തുപോയേനെ. ഒരിക്കലും ഇല്ല സുഹൃത്തെ, ഇതിൽ സൈഡ് എഫക്റ്റ് ഇല്ല, സൗണ്ട് എഫക്റ്റ് മാത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? അത് ഈ തമിഴൊക്കെ സംസാരിക്കാവുന്ന ഗുളിയുണ്ടോ? തമിഴിന്റെ സംഭവം ഉണ്ട്, പക്ഷെ അത് വലിയ കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കും. എന്നാലും ഞാൻ ഒരെണ്ണം തരാം. ഇത് ഈ തമിഴ് എടുത്തു കഴിഞ്ഞാൽ സംഭവം ഫ്രീ ഉണ്ട്. എന്ത് ഫ്രീ? സ്റ്റൈൽ ഫ്രീ ആണ്. സ്റ്റൈൽ ഫ്രീ? അതെന്ത് ഗുളികയാണ്? സ്റ്റൈൽ എന്ന് പറയാനേ നമ്മളെ തമിഴിന്റെ ആള് സൂപ്പർ സ്റ്റാറിന്റെ ഫ്രീ ഉണ്ട് സ്റ്റൈൽ. രജനികാന്ത്. கணா பன்னிக்கு தான் கூட்டமாக வருவேன். ஆனால் சிங்களத்தான் வருவேன். நான் வீசின கத்தி 10 செகண்டுக்குள்ளே நீங்கள் எடுத்தா சண்டை, நான் எடுத்தா சமாதானம். நீங்கள் முடிவு பண்ணுங்க. கெட்ட வச்சுக்குவா உக்கவா கவுண்டிங் ஸ்டார்ட் பாபா கவுண்டிங். என் வழி தனி வழி சீண்டாது. അയ്യോ പോയി. സംഭവം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. കൊള്ളാല്ലേ? അപ്പൊ സാമ്പിൾ ഇനിയും തരുമോ? എനിക്ക് സാമ്പിൾ ഇന്നും തരില്ല. സാമ്പിൾ തരത്തില്ലേ? കാരണം ഇപ്പൊ കുറെ ആയി, മനസ്സിലായില്ലേ? എന്റെ സാമ്പിൾ തീരാറായി. അപ്പൊ നിനക്ക് ഇനി സാമ്പിൾ വേണോ? ഇനി സാമ്പിൾ ഉണ്ടെങ്കിൽ നിന്നെ സാമ്പിൾ അല്ല, നീ ഒറിജിനൽ വാങ്ങിക്കൂടെ? ഒറിജിനൽ വാങ്ങിക്കാൻ എത്ര രൂപയെന്ന് പറഞ്ഞേ? 9999. അയ്യോ എൻ്റെ അത്രയൊന്നും ഉണ്ടാവില്ല. റിഡക്ഷൻ ഉണ്ട്, 1 രൂപ റിഡക്ഷൻ ഉണ്ട്. 1000 1 രൂപ റിഡക്ഷൻ ഉണ്ട്. അത് ശരി, മനസ്സിലായില്ലേ? അപ്പൊ നീ ഒറിജിനൽ വാങ്ങിച്ചാലേ നീ ഇവിടെ സംഭവം. ഒറിജിനൽ വേണ്ട, സാമ്പിൾ മതി എനിക്ക്. ഒറിജിനൽ എനിക്ക് വേണ്ട, സാമ്പിൾ മതി. സാമ്പിൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല സുഹൃത്തെ, കാരണം സാമ്പിൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. നിനക്കിപ്പോ തെളിഞ്ഞല്ലോ സംഭവം ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമെന്ന്. തെളിഞ്ഞല്ലോ. ഇനി നിനക്ക് ഒറിജിനൽ വാങ്ങിച്ചാൽ എന്താ? കാരണം ഞാൻ ഇത് ജീവിക്കാൻ വേണ്ടിയാണ് കൊണ്ടു നടക്കണ ചെറുക്ക. നീ ഇപ്പോ എനിക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ സാമ്പിൾ ചോദിക്കുന്നത്. പൈസ ഇല്ലാത്തവന് സാധനവും തരില്ല ഞാൻ. നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തരണം. അല്ല, സാമ്പിൾ ഫ്രീ എന്ന് പറഞ്ഞല്ലോ. സാമ്പിൾ കഴിഞ്ഞല്ലോ. 10-15 എണ്ണം തന്നില്ലേ ഞാൻ? പിന്നെ പോ തിന്നുണ്ടെങ്കിൽ പോ. പ്രിയമുള്ള നാട്ടുകാരെ, ആരും മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട, കടന്നു വരൂ. വെറും 9999 രൂപ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെ ആവാൻ ശ്രമിക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാം ആവാൻ ശ്രമിക്കും. ക്യാഷ് മുടക്കി സാധനം വാങ്ങും, നിങ്ങൾക്കും വലിയ ആൾക്കാരായി തീരാം. ഇതുപോലുള്ള നിരാശരായി നിങ്ങൾ കഴിയേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എന്നും ഇതുപോലെ ഉയർച്ചയിലേക്ക് പോകാം എൻ്റെ ഈ സാമ്പിൾ മാനരസ ഗുളികൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കടന്നു വരൂ. മടിച്ചു നിൽക്കണ്ട, കാത്തു നിൽക്കണ്ട. എല്ലാവരും ഒന്നുകൂടി കടന്നു വരൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്?
എന്തിനാ ചേട്ടാ നോക്കി നിൽക്കുന്ന? വാ കടന്ന് വാ. എന്റെ പൊന്നെ, ഇന്നത്തെ ബിസിനസ് സാമ്പിൾ താട്ടെ, സാമ്പിൾ. നിന്റെ അടുത്തല്ലേ പറഞ്ഞ സാമ്പിൾ തരാൻ പറ്റില്ല? അല്ല, നിങ്ങൾ പറഞ്ഞപ്പോ സാമ്പിൾ കൊടുക്കണ്ട. സാമ്പിൾ കൊടുക്കാം. നിനക്ക് ഞാൻ ഒരു കുറെ പ്രാവശ്യം തന്നില്ലേ? പിന്നെ നീ കയറി വന്ന സാമ്പിൾ തരാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. യവ ഒരു മെനക്കേടായില്ലേ യവന. ഇനിയിപ്പോൾ എന്തൊരു പറഞ്ഞ് ഞാൻ ഒതുക്കായി യവന എന്നേക്കുമായിട്ട് അങ്ങ് തേക്കാം. വേണമല്ലേ? ആ, സാമ്പിൾ വേണം. സാമ്പിൾ തരാം. എന്നാ ഇത് എന്താണ് എടുത്ത? ഒറിജിനലാണ്. ഒറിജിനൽ ഇത്. കാരണം നിന്റെ മുഖവും നിന്റെ ആ ഒരു പാദത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു. കാരണം നീ രക്ഷപ്പെട്ടോ പോയി. ഞാൻ ഒറിജിനൽ തന്നു. 10,000 രൂപ ഞാൻ കളഞ്ഞു. എന്റെ കയ്യിൽ കാശില്ല. കാശ് വേണ്ട. വേണ്ട, നീ എടുത്തു. 9,999 നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരികയാണ്. എന്റെ കാശില്ലേ? പക്ഷെ നീ വലുതാവുമ്പോ എന്നെ തിരിച്ചറിയണം. അതൊക്കെ ഇരിക്കട്ടെ. ഇത് ആരുടെ ഗുളിയാണ്? ഷാറുഖ് ഖാന്റെ ഗുളിയ? ഇത് ഷാറുഖ് ഖാന്റെ ഒന്നും അല്ല. ഇത് എല്ലാവരും ആവാൻ പറ്റും. ഇത് ആരാകാനുള്ള ഗുളിയാണെന്ന് പറയും. ഇത് ആരാകാനുള്ള ഗുളിയാണ്? ഇത് ദിലീപ്. ദിലീപാ? സൂപ്പർ. അയ്യോ, ദിലീപ് അങ്ങനെ ഇനി ഉള്ള ജീവിതകാലം മുഴുക്കതില് ദിലീപായിട്ട് എനിക്ക് ഞാൻ കഴിക്കട്ടെ. കഴിച്ചു. ഇതോടെ അവൻ്റെ വിന അങ്ങ് തീരുമല്ലോ. യവൻ ഇതായി പോട്ട്. ചവിട്ടിക്കുട്ടി ഞാൻ പുഴനെ ഹലോ, കോഴിക്കൂടിനകത്ത് കുറ്റിട്ടുന്നോ? ഞാനോ? ആ പണി ആരെടുത്ത്? ഞാനാ? കോഴിക്കൂടിനകത്ത് കുറ്റി ഞാനാ? ശരിയാ. കോഴിക്ക് സുഖമായിട്ട് കുറ്റിട്ട് കിടന്നൂടെ? ആ ഗോപാലേട്ടാ, എന്തൊക്കെയുണ്ട്? നമസ്കാരം. പണിയൊക്കെ ഉണ്ടപ്പോ? ആ, പണിയുണ്ട്. അതിന്റെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞതാ. ഇന്നിപ്പോ എവിടെ പണി? ഇന്ന് ഇവിടെ ഒറ്റപ്പാലം മനേന്റെ പരിപാടി. മനേന്റെ? ആ, കഴുക്കോലിന്റെ. കഴുക്കോല് പണി ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നടുമുറ്റം 4 കെട്ടാണല്ലോ. ആശാരിമാർക്ക് ഇപ്പൊ നല്ല കോളല്ലേ? ഇങ്ങനെ ജീവിച്ചു പോകും. നമ്മുടെ വെലായുധേട്ടന്റെ വീട്ടില് ഫ്രണ്ട് ഡോർ ആരാ വെച്ചത്? ഞാനാണ്. ഗോപാലേട്ടൻ തന്നെ. നല്ല പണിയായിരുന്നു. നല്ല കൊത്തുപണിയുള്ള റോസാപ്പൂ ഒക്കെ ഉള്ള. അടിയിൽ ഇങ്ങനെ ചെമ്പരത്തി പൂവൊക്കെ. എന്നിട്ട് താഴത്ത് ആശാരി ഗോപാലെന്ന് കൊത്തിയിട്ടുണ്ട്. അതെയോ? അത് വലുതായിട്ട് കണ്ടു. ബാനർ ആണല്ലോ. സംഭവം കുഴപ്പമില്ല. പക്ഷെ ആ ഡോറ് പൊളിഞ്ഞിട്ടുണ്ട്. ഡോറ് പൊളിഞ്ഞു വീണു. ഏത്? ഞാൻ ഫിറ്റ് ചെയ്ത ഡോറോ? അല്ല, ആശാരി ഗോപാല അവിടെ തന്നെ ഉണ്ട്. ബാക്കിയുള്ളൊക്കെ പൊളിഞ്ഞു താഴത്തേക്ക് വീണു. ഡോറ് വീഴേ? ആ വെലായുധേട്ടന്റെ വീട്ടുകാരൊക്കെ അടിക്കാൻ വരും ഇപ്പൊ. എന്നെ? അതിനു മുന്നേ മുങ്ങിക്കോ. അങ്ങനെ ഡോറ് വീണിരിക്കണ്. എനിക്ക് വിശ്വാസമില്ല. കാരണം അങ്ങനത്തെ വർക്കാണ്. ഞാൻ കണ്ടതാണ് ആ ഡോറ് പൊളിഞ്ഞു വീണത്. എങ്ങനെയാണ് വീഴുക? എനിക്കറിയാൻ പറ്റത്. അഥവാ അത് വീണിട്ടുണ്ടെങ്കിൽ അതാരോ തുറക്കോ അടയ്ക്കോ ചെയ്തിട്ടുണ്ട്.
ആരുടെ ഈ ഓലയൊക്കെ കൊണ്ട് ഇവിടെ ബ്ലോക്കിൽ നിന്ന് തെങ്ങും കെട്ട് പോണ വഴിയൊക്കെ കൊണ്ട് തേങ്ങായും വെച്ച് ഈ നാട്ടിൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയുന്ന ടീമിനെ കാണിക്കാൻ വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അറിയോ, എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ. കേട്ടാ, എൻ്റെ മോൻ നാളെ സ്കൂളിൽ ചെന്നിട്ട് എന്ത് പറയുമെന്നറിയാവോ? എൻ്റെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിച്ചതെന്നറിയാവോ? പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അവനടിച്ച് പൊളിക്കട്ടില്ല. അല്ല പിന്നെ ഇത്ര പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കള്ളു ഓടിച്ചു, കറക്റ്റ്. പക്ഷെ എൻ്റെ കൊച്ചിലെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. അതറിഞ്ഞാൽ മതി നാട്ടുകാർക്ക്. ഞാൻ എൻ്റെ കൊച്ചിന് പുതിയ ബാഗ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ കൊട. അതെ, എന്നെ ഇപ്പൊ ചെയ്യുന്നത് നിനക്ക് ഇപ്പൊ ഓട്ടോ ഇല്ലടാ? ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ, അറിയാലോ. സ്കൂൾ ഓട്ടോ ആയിരുന്നു. ആ പണി പോയെന്നേ. സ്കൂൾ ഓട്ടം നിർത്തി. തനിക്കറിയാലോ, ഞാൻ ഓരോ പിള്ളേരെ ഓരോ സ്ഥലത്തോടെ കൊണ്ടുവിടുക, ഓരോ സ്കൂളിൽ കൊണ്ടുവിടും. കഴിഞ്ഞ ദിവസം എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്ന് ഈ പിള്ളേരെല്ലാം ചുവന്ന് വരയ്ക്ക് ഞാൻ ഓരോ സ്കൂളിൽ കൂടെ കൊണ്ടുവിടണം. കൊണ്ടുവിട്ടിട്ട് ഞാൻ ഓട്ടോ ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൊച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, കൊച്ചിന്റെ സ്കൂള്? അപ്പൊ കൊച്ചു പറയാം, എന്റെ ഈ വക സ്കൂളൊന്നും അല്ലെന്ന്. പിന്നെ സ്കൂളായിരുന്നു? രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂളാണ്. രണ്ട് കുരങ്ങിരിക്കുന്ന സ്കൂള് തപ്പി നടക്കാത്ത സ്ഥലമില്ല. എന്നിട്ട് നിനക്കറിയാം, അപ്പുറത്തെ പ്രവാചന്റെ കടയിൽ നിന്ന് മൈക്ക് സെറ്റും എടുത്ത് 2 ബോക്സും ആംബ്ലിയറും എടുത്ത് അവിടെ നിന്നോട് അന്വേഷണം ചെയ്ത് കുരങ്ങിരിക്കുന്ന സ്കൂളാണെന്ന് ചോദിച്ച് നടന്ന് ലാസ്റ്റ് ആ സ്കൂളിന്റെ വാക്ക് ചെന്ന് കൊച്ചം കിടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് കുരങ്ങല്ലായിരുന്നടാ, ആ ഗേറ്റ് 2 സിംഗായിരുന്നടാ. സിംഗോ? ഏതായാലും 10,000 രൂപ പോയി കിട്ടി. 10,000 രൂപ, ഇത് 1000 രൂപ തീരുന്ന കേസുണ്ടായിരുന്നു. നീ ഇപ്പൊ എവിടെ പോവാ? ഞാനിപ്പോ മാർക്കറ്റ് വരെ പോവാ. എന്താ കാര്യം? അല്ല, അല്ലറ ചില പരിപാടികളൊക്കെ ഉണ്ട്. നിന്റെ ഈ അല്ലറ പരിപാടി എന്ത് പരിപാടിയാടാ? എനിക്കൊരു ബാഗൊക്കെ വേണം, കൊച്ചു സ്കൂളിലേക്ക് ചേരുവല്ലേ. എനിക്കൊരു ബാഗൊക്കെ മേടിക്കാം, കൊച്ചു സ്കൂളിലേക്ക് ചേർന്നല്ലോ. നീ ബാഗ് മേടിക്കാൻ പോവാ? ഏതായാലും നിന്നെ കണ്ട നന്നായി. നമുക്കൊരു ചെറുത് മേടിച്ചാലോ? മേടിച്ചാലോ? അതിന് പൈസ കുറവാ. നിന്റെ കയ്യിലുണ്ടോ പൈസ? എന്റെ കയ്യിലില്ല പൈസ. അയൽക്കൂട്ടത്തിൽ നിന്ന് കിട്ടിയ പൈസയാണ്. അതിപ്പോ സാധനം എല്ലാം മേടിച്ച് ഇത്തിരി അടിച്ചു കഴിഞ്ഞപ്പോ തീർന്നു പോയി. പൈസ ഇല്ല നമ്മളിപ്പോ. നിന്റെ ഒന്നുമില്ലേ? എന്റെ കയ്യിൽ ഞാൻ പറഞ്ഞ വായി മേടിക്കാനുള്ള പൈസ അല്ലേ എന്റെ കയ്യിലുള്ളൂ. അത്രേ ഉള്ളൂ? നിനക്കിപ്പോ ആവശ്യം ബാഗാ? അതെ, അത്രയല്ലേ ഉള്ളൂ. നീ ഇതങ്ങോട്ട് പിടിച്ചേ, എന്നിട്ട് ചെറുത് മേടിച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അതെങ്ങനെ? അത് നിനക്കിത് വീട്ടിൽ എടാ, നീ ഇത് മേടിച്ചോളൂ, നമുക്ക് അടിച്ചു പൊളിക്കാന്ന്. എടാ, ഇത് ഇങ്ങനെ ശരിയാവോ? എടാ, ഈ ബാഗ് എനിക്ക് തന്നു കഴിഞ്ഞാൽ നിന്റെ കൊച്ചിന് ബാഗ് വേണ്ടേ? അവനൊക്കെ വല്ല ചാക്കിനകത്ത് കൊണ്ടുപോകും. നീ പോയി സ്പോൾ മേടിച്ചോണ്ട് വന്നേ. അല്ല പിന്നെ നീ അറിഞ്ഞോ മേലവാനത്തെ? അത് ശരി, ചേട്ടൻ ഇവിടെ നിൽക്കണോ? ഇങ്ങനൊക്കെ ഒരു മനുഷ്യനാണോടോ? ഇങ്ങേരുടെ പെണ്ണും പിള്ളയും കൊച്ചും നേരം വെളുത്തപ്പോ തൊട്ട് ആ വീട്ടിൽ കിടന്ന് കരച്ചിലും അലമുറയാ. അറിയോ? ഇങ്ങനെ കാണില്ല എന്നും പറഞ്ഞു. അത് ശരി, സാധാരണ അവളെന്നെ കാണുമ്പോഴാണല്ലോ കിടന്ന് ബഹളം ഉണ്ടാക്കണേ. ഇപ്പൊ എന്നെ കാണുന്നില്ലെന്നും പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ പാടില്ല. നേരം വെളുത്തപ്പോ തൊട്ട് പച്ച വെള്ളം കഴിക്കാതെ നിങ്ങൾ അവിടെ കരഞ്ഞോടിക്കണം. തനിക്കറിയാമോ അത്? അത് ശരി. എന്നിട്ട് ഇപ്പൊ സംഭവിച്ചെന്നെ? ഇപ്പൊ എന്നാ സംഭവിച്ചെന്ന് വെച്ചാ, ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആര്? ഞാൻ പറഞ്ഞ അവരെ കരയാതെ സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടി. എന്നതാ? നിനക്കൊക്കെ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബം മാത്രമേ ഉള്ളൂടാ. ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാർ സമാധാനിപ്പിക്കാൻ എന്റെ കുടുംബത്തോട്ട് കയറി. അതെന്നാന്ന് എനിക്കറിയാൻ മേലാത്ത. നമ്മളൊരു നല്ല കാര്യം ചെയ്ത് അത് കുഴപ്പമില്ല. നിർത്തിക്ക, സംസാരം നിർത്തുക. ഈ സമാധാനപ്രിയൻ ഇപ്പൊ എവിടെ പോവാ? ഞാൻ എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിൽ മേടിക്കണം, ഒരു കൊടയും മേടിക്കണം. അതിന് വേണ്ടി എന്റെ കൊച്ചിനൊരു വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. അതിന് വേണ്ടി പോവാന്ന്. നിങ്ങളുടെ സൗകര്യം ഉണ്ടോ വീട്ടിലേക്ക്? അല്ല, അവിടെ നിൽക്ക്. എടാ, നീ പോയിട്ട് വരുമ്പോ ഒരു ചെറുത് മേടിച്ചിട്ട് ഒരു ചെറുത് മേടിച്ചോണ്ടായിരുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കേണ്ട പൈസ എന്റെ കയ്യിലുള്ള. അതുകൊണ്ട് എടാ, ഈ മോനാഴ്ചയായിട്ട് ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ എന്റെ ഇല്ല. എന്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഇത്രക്ക് പിശുക്കനായിരുന്നു കേട്ടോ. ഞാൻ വല്ലപ്പോഴല്ലേ നിനക്ക് തന്നാലല്ലേ. ഞാൻ പറഞ്ഞല്ലേ, എന്റെ കൊച്ചിന്റെ കൊടയെ വാട്ടർ ബോട്ടിലും മേടിക്കാനുള്ള കറക്റ്റ് പൈസ എന്റെ അടുക്കുള്ളൂ. അതുകൊണ്ടാ. അത് ശരി. അപ്പൊ നിന്റെ പൈസ ഇല്ല. നിനക്കിപ്പോ എന്നാ വേണ്ട? എനിക്ക് എന്റെ കൊച്ചിന് വാട്ടർ ബോട്ടിലും കൊടയും മേടിക്കണം. കൊടയും മേടിക്കണം, വാട്ടർ ബോട്ടിലും മേടിക്കണം. പോവാ. ഇത് രണ്ടും കൂടെ പിടിച്ച്. ഇതെന്തിനാ?
പോയൊരു ചെറുത് മേടിച്ചിട്ടോ പോ. ഇതിപ്പോ ഇങ്ങനെ പിള്ളേർ എന്നാ ചെയ്യും? എടാ അവരൊക്കെ വല്ല ചെമ്പലും ചൂടി പൊയ്ക്കോളൂന്ന്. നീ പോയി സാധനം മേടിച്ചിട്ട് പോടാ. ഇങ്ങനെ നന്നാവില്ല കേട്ടാ. ആ എന്റെ നന്നാകുന്ന നിന്റെ അല്ലേ ഇരിക്കുന്നത്. അടിച്ച് സെറ്റായി പോയി. എവിടെയാണ്? ഞാനൊരു കാര്യത്തിന് വേണ്ടി പോയതാണോ? എടാ നിന്റെ പെണ്ണും പിള്ളേ മക്കളെ കൂടി വീട്ടിൽ കിടന്ന് എന്ത് ബഹളോടാ? എന്താ നിന്നെ നേരം വെളുത്തിട്ട് കണ്ടിട്ടില്ലെന്ന്. എന്നാ ഞാൻ കാണിച്ചു കൊടുക്കാലോ. നീ എവിടെ പോയേക്കായിരുന്നു? ഞാനൊരു സ്ഥലം. നീ എവിടെ പോയാ? ഞാനാ? എടാ ഞാൻ നമ്മുടെ വീട്ടിൽ പിള്ളേര് പഠിക്കാൻ പോകണ്ടല്ല. അവർക്ക് ബാഗ് വാങ്ങിച്ച്, കൊട വാങ്ങിച്ച്, റെയിൻകോട്ട് വാങ്ങിച്ച്, വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. പക്ഷെ ചെറിയ സാധനം മാത്രം നമ്മൾ മറന്നുപോയി. ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചില്ല. അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നീ ഇതെവിടെ പോവാണ്? ഞാനും ഇതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും പെൻസിലും ഇതൊക്കെ മേടിക്കാൻ പോകേണ്ടതാ. പിന്നെ ബാഗും. എന്നിട്ട് ബാഗും വാട്ടർ ബോട്ടിലൊക്കെ എവിടെ? ബാഗ് ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ സുരേഷുമായിട്ട് ഷെയർ കൂടി ബാഗ് അങ്ങ് പോയി. ബാഗ് അവൻ കൊണ്ടുപോയി. വാട്ടർ ബോട്ടിലും കൊട എവിടെ? രണ്ടാം നമ്മുടെ ജോണി ഇല്ലടാ, ജോണി. അവൻ വന്നപ്പോഴത്തേക്കിനും വാട്ടർ ബോട്ടിലും കൂടെ അവന്റെ ഷെയർ ആണ്. അതും ഷെയറിൽ പോയി. ഇതൊന്നും ഇല്ലാതെ നിന്റെ മക്കൾ എങ്ങനെയാ പഠിക്കാൻ പോണം? അവൻ പഠിക്കണ്ട. അവൻ പഠിക്കണ്ടെന്നേ. എന്റെ അച്ഛൻ എനിക്ക് വാട്ടർ ബോട്ടിലും കൊടയും ഈ ബാഗും ഒക്കെ മേടിച്ചു തന്നിട്ട് ഞാൻ നന്നായോ? ഇല്ല. അത് തന്നെയാ പറഞ്ഞ അവൻ പഠിക്കണ്ട. എടാ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? മുളക്കില്ല. ശരി, നീ ഇപ്പൊ എവിടെ പോവാന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ പിള്ളേർക്ക് വേണ്ടിട്ട് പെൻസിൽ ബോക്സ് വാങ്ങാൻ പോവാ. നീ ഇപ്പൊ പെൻസിൽ ബോക്സ് മേടിക്കാൻ പോവാ. നീ പോയിട്ട് എനിക്ക് 1.5 മേടിച്ചു തരുവാ. എന്റെ 10 പൈസ ഇല്ല. എന്റെ പിള്ളേർക്ക് പെൻസിൽ ബോക്സ് മേടിക്കാനുള്ള കാശ് മാത്രമേ എന്റെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നീ ഒരു 1.5 മേടിച്ച് എനിക്ക് തരത്തില്ല. എന്റെ കാശില്ല. എന്റെ കാശില്ല. നിന്റെ കാശില്ല. നീ പെൻസിൽ ബോക്സ് പിടിച്ചിട്ട് എനിക്കൊരു 1.5 മേടിച്ചതാടാ.